ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജയന്തി ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആർ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജയന്തി ആഘോഷം ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. അംബേദ്കറിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ആർ. വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജന്മജയന്തിയോട് അനുബന്ധിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായ എല്ലാ മണ്ഡലങ്ങളിലും സമ്മാൻ അഭിയാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കറിൻ്റെ നാളെ നടത്തുന്ന ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപം തെളിയിച്ച് ആഘോഷമാക്കുകയാണ്. മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. 25-ാം തീയതി വരെ ബി.ജെ.പി. രാജ്യവ്യാപകമായി വിവിധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. അംബേദ്കർജിയുടെ 125-ാമത് ജയന്തി ആഘോഷം ഭാരതമെമ്പാടും ഭാരതീയ ജനതാ പാർട്ടി അതേപോലെ തന്നെ NDA സർക്കാർ സമുചിതമായി ആഘോഷിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നാളെ സംസ്ഥാന വ്യാപകമായി അദ്ദേഹത്തിൻ്റെ ജയന്തി ദിവസം വിഷു ദിവസമായ നാളെ ബൂത്ത് തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം വെച്ച് പുഷ്പാർച്ചനയടക്കമുള്ള ചടങ്ങുകൾ നടത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഇന്ന് ഈ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന ശേഷമാണ് അംബേദ്കർജിക്ക് ഉചിതമായ സ്മാരകവും അതേപോലെ തന്നെ ആദരവും നിലവിൽ വന്നത്. 1990-ൽ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണച്ച VP സിംഗിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്ക് ഭാരതരത്നം നൽകാൻ പോലും സാധിച്ചിട്ടുള്ളത്. 125-ാം ജയന്തി സമ്മേളനത്തിനോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി രാജ്യമെമ്പാടും ഇന്നേ ദിവസമായി 13-ാം തീയതി മുതൽ 25-ാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ ജയന്തി സമ്മേളനം വളരെ വിപുലമായി ആചരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് രാജ്യവ്യാപകമായിട്ട് ദീപോത്സവം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് മുന്നിലും ഛായാചിത്രത്തിന് മുന്നിലും നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ദീപോത്സവം BJP ഭാരതമെമ്പാടും ആചരിക്കുന്ന ദിവസമാണ് ഈ 13-ാം തീയതി. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കായംകുളം നിയോജക മണ്ഡലവും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ഈ ജില്ലയിലുടനീളവും നമ്മുടെ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇതേ സമയം ദീപോത്സവം ആചരിക്കുകയാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർജിയുടെ 125-ാം ജയന്തി സമ്മേളനത്തിനോടനുബന്ധിച്ച് ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ, പട്ടികജാതി മോർച്ച സംസ്ഥാന സമിതി അംഗം കൊച്ചുമുറി രമേശ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട്, ബിപിൻ രാജ്, കെ പ്രസാദ്, അഡ്വക്കേറ്റ് വി കൃഷ്ണകുമാർ, രാജശ്രീ കമ്മത്ത്, സരസ്വതി രമേശ്, അഭിലാഷ്, അഖിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.